ഹായ്, എല്ലാവർക്കും ജെജോയ് ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഇത്തവണ വരയ്ക്കുന്നൊരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒരു ഓയിൽ പെയിൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോർട്രേറ്റ് അതെങ്ങനെ ചെയ്ത് അതിനുവേണ്ടി ഏത് പിക്ചറാണ് ഞാൻ എടുത്ത് അതിൻ്റെ പെയിൻറ്റുകൾ ഏതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്, സ്കിൻ ടോൺ കളർ എങ്ങനെ മിക്സ് ചെയ്തെടുത്ത്, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യണേ. ഓക്കെ, നമ്മുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ് സെസ സാൻഡ്രോസിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുള്ളിയുടെ വൈഫിൻ്റെ പോർട്രേറ്റ് പിക്ചർ അയച്ചു തന്നത്. ഇതുപോലൊരു പെയിൻറ്റിങ് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. ഈ പിക്ചർ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ പുള്ളി എങ്ങനെ അത് ഉപയോഗിച്ചേക്കണം, പെയിൻറ്റ് ചെയ്തേക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നൊരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വൈഫിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തേക്കണേ, മോളാണ് ഫോട്ടോ എടുത്തേക്കണേ. അപ്പോൾ ലൈറ്റിൻ്റെ ഷെയ്ഡിനൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് സ്റ്റൈലിലാണ് ഞാൻ എടുത്തേക്കണത്. സെസൻഡോസിൻ്റെ ഇതിൽ ലൈറ്റ് വരുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാർക്ക് റൈറ്റ് സൈഡിലായിട്ട് വന്ന രീതിയിലാണ്. നേരെ ഇതിനെ റിവേഴ്സായിട്ട് തലയുടെ ആംഗിൾ, ഹെയർ സ്റ്റൈലൊക്കെ നേരെ മിറർ ഇമേജ് ആയിക്കാണ് ഫോട്ടോ എടുപ്പിച്ചേക്കണേ. ഈ ഫോട്ടോണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്ത കളറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റെഡ് എന്ന് പറയുന്നത് പിഗ്മെൻറ്റ് 101 PR101 എന്ന് പറയുന്ന നമ്പറിൽ വന്ന മാർസ് റെഡ് എന്ന് പറഞ്ഞ കളറാണ് യൂസ് ചെയ്തേക്കണേ. ഈ കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ വൈറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് സ്കിൻ ടോൺ ഉണ്ടാക്കിയെടുക്കാം. ഒരു നോർമൽ സ്കിൻ ടോണിൻ്റെ കളർ നമുക്ക് കിട്ടും. ജസ്റ്റ് അതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡാർക്ക് വൈറ്റ്നസ് ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കിൻ ടോൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബേസ് കോട്ടായിട്ട് അടിച്ചേക്കണത് ലൈറ്റ് റെഡും വൈറ്റും പ്ലസ് കുറച്ച് റോ ആംബർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷെയ്ഡിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രീനിഷ് ഷെയ്ഡ് കിട്ടും. ആംബർ ഒരു മഞ്ഞയുടെ യെല്ലോയുടെ ഫാമിലിയിൽ വന്ന കളറായതിൻ്റെ പേരിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ഗ്രീനിഷ് സ്റ്റൈലിൽ നമുക്ക് അതിൻ്റെ അടിയിൽ കിടക്കും. അത് ഈ കളർ എല്ലാ ബ്രാൻഡുകളുടെയും ഉണ്ടോയെന്ന് സംശയമുണ്ട്. വിൻസർ ന്യൂട്ടൻ്റെ ഈ കളറുണ്ട്, പെബേലും ഈ കളർ അവൈലബിൾ ആണ്. ഞാൻ ഇത് രണ്ടും അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് ഒരു HOC എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ബ്രാൻഡായത് ഹോൾബിൻ മറ്റാണ് ബ്രാൻഡിൻ്റെ ഫുൾ പേര് തന്നെ. അവരുടെയിലാണ് H140 എന്ന് പറയുന്ന നമ്പറിലുള്ള പെയിൻ്റാണ് ഇത് ലൈറ്റ് റെഡ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കണത്. ഇത് സെർച്ച് ചെയ്ത് നമുക്ക് ക്യാമലിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്, പക്ഷേ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു ഷോപ്പിലും കണ്ടില്ലായിരുന്നു കളർ. പിന്നെ ഇതിൻ്റെ ഡാർക്കും കളറുകൾ മെയിനായിട്ട് ഒരു 3 കളർ വൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ റോ ആംബർ കളർ ചേർത്തേക്കാണ് മിക്സ് ചെയ്തേക്കണത്. കളറുകൾ ആ 3 സ്ക്വയറിൽ ബാക്കി വെച്ചേക്കണത് ഏതൊക്കെ കളർ ഉപയോഗിച്ചെന്നുള്ളതിന് വേണ്ടിയിട്ട് പിന്നീട് രണ്ടാമത് മിക്സ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. പിന്നെ ഫസ്റ്റ് അടിച്ച കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ആദ്യം തന്നെ പറഞ്ഞിട്ട് ലൈറ്റ് റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂവിനനുസരിച്ച് തന്നെ ഒരു ഡെഡ് കളർ കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഷെയ്ഡ് ചെയ്ത് ബാക്കി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തേക്കണേ. രണ്ടാമത്തത് ചുണ്ടിന് കൊടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസറിൻ റെഡ് കളറാണ് കൊടുത്തേക്കണേ. അപ്പോൾ ചെറിയ ട്രാൻസ്പാരൻ്റ് എഫക്റ്റിൽ തന്നെ കിട്ടും. സ്കിൻ കളറിൻ്റെ മീതെ തന്നെ ലിസറിൻ റെഡ് കൊടുത്തേക്കാണ്. ഹെയറിന് യൂസ് ചെയ്തേക്കണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ട് ബേൺഡ് ആംബർ കളറാണ് യൂസ് ചെയ്തേക്കണേ. ബേൺഡ് ആംബർ ഫസ്റ്റ് കോട്ട് അടിച്ചു, വെറും ബേൺഡ് ആംബർ അടിച്ചു. അതിനുശേഷം അതിൽ ബ്ലാക്കും ചെറുതായിട്ട് വൈറ്റും കൂടി ടൈറ്റാനിയം വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ലൈറ്റ് ആക്കിയിട്ടാണ് ഹെയറിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തേക്കണേ. പിന്നെ ലിസറിൻ റെഡ് തന്നെയാണ് ആ റബ്ബർ ബാൻഡ് സാധനങ്ങൾ ഇട്ടേക്കണം. മുടിയും ഇട്ടാണ് റബ്ബർ ബാൻഡ് അങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടിയും ഉപയോഗിച്ചേക്കണത്. ഡ്രസ്സിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിന് കളർ കൊടുക്കാൻ യൂസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് യെല്ലോ എന്ന് പറഞ്ഞൊരു കളറുണ്ട്. ആ കളറും പ്ലസ് ഇത്തിരി ബേൺഡ് ആംബറും അതിൻ്റെ ഒപ്പം തന്നെ ടൈറ്റാനിയം വൈറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടൊരു ക്രീമി ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കണത്. പിന്നെ ഷെയ്ഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ബേൺഡ് ആംബർ കളർ കിടക്കണതിൻ്റെ പേരിൽ ആ കളർ തന്നെയാണ് വരാൻ പാകത്തിനാണ് ഉടുപ്പിൻ്റെ ഷെയ്ഡുകൾ ചെയ്തേക്കുന്നത്. ഈ പടമാണ് ശരിക്കും ആക്ച്വൽ പണി വർക്ക് കഴിഞ്ഞ സമയത്തുള്ള പടത്തിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. മറ്റേ റൂമിൻ്റെ ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ റോൾ ചെയ്തായിരുന്നു, ഡ്രൈ ആയിട്ടായിരുന്നു. അപ്പോൾ ചവിടെയൊക്കെ ചെറിയ സ്ക്രാച്ച് വന്നായിരുന്നു വീഡിയോയിൽ. ഇതാണ് ഫൈനൽ ടച്ചിങ് ചെയ്തെല്ലാം കഴിഞ്ഞിരിക്കുന്ന പടം ഇതാണ്. സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 കോളംസിൽ കാണുന്ന കളറുകളാണ് സ്കിൻ ടോണായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 3 കളർ കൂടാണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ മഞ്ഞ ഷെയ്ഡുകൾ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യെല്ലോ ഗ്ലേസിങ് കൊടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ മീതെ കൊടുത്തിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റെഡിൽ കളർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു സായിപ്പിൻ്റെ കളറേ വരുള്ളൂ. വല്ലാണ്ട് വൈറ്റ് ആയിട്ടിരിക്കും, ഒരു ഡാർക്ക് ഷെയ്ഡ് വരില്ല. അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിൻ്റെ ഫീലിങ്ങിന് വേണ്ടിയിട്ട് അതിന് എല്ലാം വരച്ച് ഡ്രൈ ആയതിന് ശേഷം ബേൺഡ് ആംബർ കളറ് മീഡിയം ഹൈ ആക്കി എടുത്തിട്ട് ഇത് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. കോട്ട് കൊടുക്കുന്നതിന് മുമ്പ് എവിടെയൊക്കെ ബേൺഡ് ആംബർ അടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അന്നേരം അവിടെ എല്ലായിടത്തും സ്പോഞ്ചിലോ മറ്റോ ലിൻസൺ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കോൾഡ് പ്രസ്ഡ് ലിൻസൺ ഓയിൽ. അത് ജസ്റ്റ് സ്പോഞ്ചോ അല്ലെങ്കിൽ
ചെറിയ ബ്രഷിൽ എടുത്ത് കഴിഞ്ഞാൽ ഇത്തിരി അധികമായി പോകും. ഒരു ചെറിയ കോട്ടൺ തുണിയോ മറ്റോ ആയാലും മതി. അതിലൊന്ന് ആ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് ടച്ചപ്പ് ചെയ്ത് നനച്ച് വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പെയിൻറ്റിൽ നമ്മ ഗ്ലേസിങ് ചെയ്യാൻ വെക്കണ പെയിൻറ്റിലുള്ള മീഡിയം പെയിൻറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ എന്തോരം ചില സ്ഥലത്തൊക്കെ ഡാർക്ക്നെസ് കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്കിന്നിനൊരു ട്രാൻസ്പാരൻസി ഫീലിംഗ് ഉണ്ട്, അത് വരില്ല. ബ്രഷ് ഇത് ആ ഒരു ഫീലിംഗ് നഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഗ്ലേസിങ് ചെയ്യാനാണ് നല്ലത്. ഞാനൊരു ബേൺ കോട്ട് അതിൻ്റെ മീതെ അതിന് ശേഷം അടിച്ചിട്ടുണ്ട് പെയിൻറ്റ്, ആ ഒരു സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ സാൻഡ്രോസിൻ്റെ പടത്തിൻ്റെ അത്രയൊന്നും വരില്ല, ആൾ മാസ്റ്ററാണ്. ഇതെൻ്റെ ഒരു ചെറിയ അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷൻ ഉണ്ടെങ്കിൽ താഴ്ത്തിടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.